സുന്ദരിമാർ. ആരാ നബി? ആർക്കാ സൗന്ദര്യം ഉണ്ടാവുക? നബിയുടെ മറുപടി വന്നു. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഹബീബിന്റെ മറുപടി വന്നു, നിസാഉദ് ദുനിയാ അഫ്ദലു മിനൽ ഹൂറിൽ ഐൻ. അപ്സരസുകളായ സുന്ദരിമാരെക്കാളും എത്രയോ സൗന്ദര്യം കൂടുതലുള്ളത് ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ്. ഇവിടുത്തെ പെണ്ണുങ്ങളല്ല ഇവിടെ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി. ഈ ലോകത്തെ ഭാര്യയല്ല, സ്വർഗ്ഗലോകത്തെ ഭാര്യ അവൾ തന്നെ. പക്ഷേ രൂപം വേറെയാണ്, സൗന്ദര്യം ഭയങ്കരമാണ്, ശരീരം വ്യത്യസ്തമാണ്, യാതൊരു കുറവുകളുമില്ലാത്ത അപ്സരസുകളായ പെണ്ണുങ്ങളെക്കാളും സ്ഥാനമുള്ളവരാണ്. നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണം കഫദിൽ വഹാറതി അലൽ ബഫാന, കഫദിൽ വഹാറതി അലൽ ബഫാന. അന്ന് കട്ടിയുള്ള രോമവസ്ത്രം ധരിക്കുക. ആ രോമവസ്ത്രത്തിന്റെ മേൽഭാഗം നല്ല ഭംഗിയായിരിക്കും, ഉള്ള് ഭംഗി കുറവായിരിക്കും. തങ്ങൾ പറഞ്ഞു, ഒരു വസ്ത്രത്തിന്റെ മേൽഭാഗം അതിന്റെ അടിഭാഗത്തേക്കാൾ ഭംഗിയുള്ളതുപോലെ സ്വർഗലോകത്തെ പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യമുള്ളതാക്കാൻ ഈ ലോകത്തെ പെണ്ണുങ്ങൾക്കാണ്, മുഅ്മിനത്തുകൾക്കാണ്. ഇത് പറഞ്ഞപ്പോ മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, വബിമദാക യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് നബിയെ ഈ ലോകത്തെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ സുന്ദരിമാരാവാൻ കാരണം? കാരണം വേണ്ടേ? എന്താ കാരണം എന്നറിയോ? ബിസ്വലാത്തിഹിന്ന, അവർ നിസ്കരിച്ചവരാണല്ലോ. വസ്വിയാമിഹിന്ന, അവർ നോമ്പ് നോറ്റവരായിരുന്നുവല്ലോ. വഇബാദത്തിഹിന്ന, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവരായിരുന്നുവല്ലോ. അതുകൊണ്ട് അൽബസല്ലാഹു വജൂഹഹുന്നൻ നൂർ, അവരുടെ മുഖങ്ങൾക്ക് അല്ലാഹു പ്രകാശം നൽകിയിരിക്കുന്നു. വഅജ്സാദഹുന്നൽ ഹരീർ, അവരുടെ തൊലിപ്പുറങ്ങൾക്ക് പട്ടിന്റെ മേന്മ അല്ലാഹു നൽകിയിരിക്കുന്നു. ബീറുൽ അൽവാൻ, അവർ നിറം വെളുത്തവരാണ്. മനോഹരമായ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന പച്ച നിറമുള്ള വസ്ത്രം ധരിച്ചവരാണ്. ആഭരണങ്ങൾക്ക് മഞ്ഞ നിറമുള്ളവരാണ്. മനോഹരമായ സ്വർഗീയ ഉടയാളുകളും ആഭരണങ്ങളുള്ളവരാണ്. അവരാണ് പറയുന്നവർ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അലാ നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ, ഞങ്ങളാണ് മരിക്കാത്തവർ, ഞങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അലാ വനഹ്നുൻ നാഇമാതു ഫലാ നബ്അസു അബദാ, ഞങ്ങളാണ് നല്ല സ്വഭാവികൾ, ഞങ്ങൾ പിണങ്ങുകയില്ല. അലാ വനഹ്നുൽ മുഖീമാത് ഫലാ നദ്ഉ അബദാ, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്, ഭർത്താക്കന്മാരെ ഇട്ടേച്ച് യാത്ര പോകുന്നവരല്ല. അലാ വനഹ്നു റാദിയാതു ഫലാ നസ്ഖതു അബദാ, ഞങ്ങൾ എപ്പോഴും തൃപ്തി തരുന്നവരാണ്, ഞങ്ങൾ ദേഷ്യപ്പെടുന്നവരല്ല. ആരാണോ ഞങ്ങളവന്ന് സ്വീകരിക്കുന്നവർ, ഞങ്ങൾക്കാരെയാണോ കിട്ടുന്നവർ, രണ്ടുപേർക്കും ഭാഗ്യമെന്ന് ഈ പെണ്ണുങ്ങൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ പെണ്ണുങ്ങളിൽ ഇബാദത്ത് ചെയ്തതിന്റെ പേരിൽ, നോമ്പെടുത്തതിന്റെ പേരിൽ, അല്ലാഹുവിന് വേണ്ടി ഒരുപാട് സഹിച്ചതിന്റെ പേരിൽ, ക്ഷമിച്ചതിന്റെ പേരിൽ, അതൊന്നുമില്ലാതെ തന്നെ സൗന്ദര്യം നൽകപ്പെട്ട ഹൂറുൽ ഈനുകളെക്കാളും ഇബാദത്തിന്റെ മേന്മയുണ്ടായതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് സ്ഥാനം കൊടുത്തുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഹൗറാ യുഖാലു ലഹൽ ഐനാ, ഐന എന്ന് പറയുന്ന ഒരു സുന്ദരിയുണ്ട് സ്വർഗത്ത്. ഐന, കുട്ടികൾക്ക് പേരിടാം. ഐന, ഐന 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 എന്ന് പറയുന്ന ഒരു സുന്ദരിയുണ്ട് സ്വർഗത്തിൽ. ഇതാ അവളിങ്ങനെ നടക്കുമ്പോ അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 70,000 സുമുഖന്മാർ അവരുടെ പിന്നാലെ.
പുളചുക്കൾ നടക്കുന്ന പോലെ എന്ന് പറഞ്ഞുകൂടാ, സ്വർഗലോകമായതുകൊണ്ട്. സുന്ദരിയായ ഐനാഇന്റെ പിന്നാലെ 70,000 സുമുഖന്മാർ, വസീഫുകളായവർ, മുഖകാന്തിയുള്ള ചെറുപ്പക്കാർ 70,000 പേര് അവരുടെ പിന്നാലെ വലതും ഇടതുമായി നടക്കുമ്പോൾ അവൾക്ക് വേണ്ടത് ആരെയാണെന്നറിയുമോ? അവൾ പറയും ഐനൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ. നന്മ ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുത്തവർ ആരാണ്? തിന്മകൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തവർ അവരിങ്ങോട്ട് വരുമെന്ന് അവൾ അത്തരം ആളുകളെ വിളിച്ചു ചോദിക്കുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേറെ ഒരു അക്ഷരത്തിനെ കുറിച്ച് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇന്ന ഫിൽ ജന്നതി ഹൗറാ യുഖാലു ലഹാ ലൈബ. ലൈബ എന്ന് പറയുന്ന ഒരു സുന്ദരിയും സ്വർഗ്ഗലോകത്തുണ്ട്. പെൺകുട്ടികൾക്ക് ലൈബ എന്നൊക്കെ പേരുണ്ട്. ലൈബ എന്ന് പറഞ്ഞാൽ ലൈബ എന്ന വാക്കാണ് ഈ ലൈബയെ പോകുന്നത്. ലൈബ എന്നാണ് ആ വാക്ക്. അക്ഷരസ്ഥായ സുന്ദരിയുടെ പേരാണത് ലൈബ. ഇവിടെ കണ്ട നാട്ടിലൊക്കെ ഉണ്ട് ലൈബ എന്ന് പേരുള്ള കുട്ടികൾ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ മക്കളും ലൈബൊക്കെയാണ്? ആരില്ല. അടുത്ത കുട്ടികളല്ലേ ലൈബ. ലൈബ എന്ന് പറയുന്ന പെണ്ണുണ്ട്. ലൗ ബദഖത് ഫിൽ ബഹരി. ഇബ്നു അബ്ബാസ് എന്ന ഹദീസായി പറയുന്നത് ആ ലൈബ എന്ന സുന്ദരി ഈ ലോകത്തെ ഉപ്പുരുചിയുള്ള കടൽ വെള്ളത്തിലെങ്ങാനും ഒരു തുപ്പു തുപ്പിയാൽ കടൽ ജലം മുഴുവനും ശുദ്ധമുള്ളതാകുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതാണ് അക്ഷരസ്ഥ സുന്ദരിമാരുടെ അവസ്ഥ. ഇതിനേക്കാളും ഒരുപടി മേലെയാണ് ദുനിയാവിലെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ മനസ്സിലാക്കണേ, നിങ്ങൾ അല്ലാഹു ചെറുതായി കണ്ടതല്ല, നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് സ്ഥാനം തരിക. അക്ഷരസ്ഥകളായ സുന്ദരിമാർക്ക് ഇത്രയും മഹത്വമുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് ഭൂമിയിലെ മുഅ്മിനത്തുകളെന്ന ഉമ്മു സലമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്താണ് ലൈബ എന്ന പെണ്ണ് ചെയ്യുന്നത്? മക്തൂബൻ അലാ മുഹരിഹാ, അവരുടെ മുതുകിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മൻ ഹബ്ബ അൻ യകൂന ലഹു മിസ്ലി ഫയഅമൽ ബിതാഅത്തി റബ്ബി. എന്നെപ്പോലത്തെ ഒരാളെ ഇണയായി ലഭിക്കണമെങ്കിൽ എന്റെ റബ്ബ് പറഞ്ഞതുപോലെ ചെയ്തേക്കണേ, എന്റെ റബ്ബിനനുസരിച്ച് ജീവിക്കണേ എന്ന് അവരുടെ പുറത്ത് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയട്ടെ, ഫിൽ ജന്നത്തി ഹൗറാ, സ്വർഗ്ഗത്തിൽ മറ്റൊരു സുന്ദരിയുണ്ട്. യതബാഹാ ബിഹാ അഹ്ലുൽ ജന്നത്തി ലിഹുസ്നിഹാ, അവരുടെ സൗന്ദര്യത്തോളം സൗന്ദര്യമുള്ള മറ്റൊരാളില്ല. ലൗലാ അന്ന അല്ലാഹ കതബ അലാ അഹ്ലിൽ ജന്നത്തി അല്ലാ യമൂതു ലമാതു അൻ ആഖിരിഹിം മിൻ ഹുസ്നിഹാ, സ്വർഗവാസികൾക്ക് മരണമില്ല എന്ന് അല്ലാഹു നിശ്ചയിച്ചതിന്റെ പേരിലാണ് അല്ലായിരുന്നുവെങ്കിൽ അവരുടെ സൗന്ദര്യം കണ്ട ആളുകൾ മരിച്ചുപോയേനെ എന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് എന്നവർ തുർമുദി എന്നവർ സ്വഹീഹായ സനദ് കൊണ്ട് റിപ്പോർട്ട് ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, യാ തുറിം റഅത്തുൻ സൗജഹാ ഫിദ് ദുനിയാ ഇല്ലാ ഖാലത് സൗജതുഹു മിൻ ഹൂറിൽ ഐൻ. ദുനിയാവിലെ ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചാൽ ഹൂറുൽ ഐനുകളിൽ അയാളെ കാത്തിരിക്കുന്ന അപ്സരസുകളിൽപ്പെട്ട സുന്ദരി പറയും, ലാ തുറീഹി ഖാതലകില്ലാഹ്, അയാളെ നീ വിഷമിപ്പിക്കല്ലേ, അല്ലാഹു നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആ ഭർത്താവിനെ വേദനിപ്പിക്കല്ലേ. നിന്റെ അരികത്ത് ദുനിയാവിൽ അയാൾ കഴിയുന്നത് അല്പനേരത്തേക്കാണ്. നിന്നെ ഉപേക്ഷിച്ച് എന്റെ അരികത്തേക്ക് അയാൾ വരാൻ പോവുകയാണ്, അയാളെ വേദനിപ്പിക്കല്ലേ എന്ന് സ്വർഗവാസിയായ പെണ്ണിനോട് അപ്സരസ്സുകളായ പെണ്ണുങ്ങൾ പറയുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وعندهم قاصرات الطرف عين. യസീദ് റഖാശി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സ്വർഗ്ഗത്തിലെ ഒരു പ്രകാശത്തെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ബലഗനി അന്ന നൂറൻ സദഅ ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്തെ എല്ലാ മണൽത്തരികളും പ്രകാശിക്കുമാർ മനോഹരമായ ഒരു പ്രകാശം വരുമ്പോൾ സ്വർഗ്ഗവാസികളെ ചോദിക്കും, അല്ലാഹുവേ എന്താണ് ഈ പ്രകാശം, എന്താണ് ഈ പ്രകാശം? മറുപടി വരുന്നു, തന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ച ഒരു അപ്സരസുകളായ സുന്ദരിമാരിൽ ഒരാളുടെ പുഞ്ചിരിയുടെ പ്രകാശമാണിതെന്ന് ആ സ്വർഗ്ഗലോകത്ത് മറുപടി നൽകപ്പെടുമെന്ന് മഹാനായ യസീദ് റഖാശി റളിയല്ലാഹു അൻഹു
അള്ളാഹു നമുക്ക് അവിടെ എത്തിച്ചു തരട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗ്ഗലോകം തരട്ടെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവിടെ എത്താനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ.